പക്ഷെ ഈ പടം അങ്ങനെ ആയിരിക്കൂല. അതെ. ഇത് വേറെ ലീഗായിരിക്കും. അച്ഛൻ പറഞ്ഞു എന്റെ മകനായോണ്ട് പറയല്ല, അവൻ കൊള്ളാം. ഞാൻ അച്ഛനിപ്പോ ടെൻഷനായി ഫസ്റ്റ് ഡേക്ക് വരാനായിട്ട്. കാരണം അച്ഛൻ തന്നെ മോനെ പറ്റി മോശം പറയാൻ പാടില്ലല്ലോ. തലവര കണ്ടപ്പോ അശോകൻ ചേട്ടൻ ഇന്നേ വരെ കാണാത്ത ഒരു സങ്കടം, ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി. ഇത് നോക്കണ്ട, അതായിട്ട് നോക്കരുത്. ഇത് വേറെ തന്നെ ഒരു ലീഗാണ്. ഇത് കുറച്ച് ചെക്കന്മാരുടെ കുറച്ച് പൊളി, പിന്നെ വേറൊരു പൊളിയും കൂടി കുറെ പൊളിയൊക്കെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെയാണ് റോഷൻ ചേട്ടന്റെ ഇത്തിരി നേരം എന്ന് പറഞ്ഞ മൂവി. ഇതുപോലെ തന്നെ നല്ല സ്റ്റോറിയാണ്, മൗത്ത് പബ്ലിസിറ്റി ഏറെ ഉണ്ട്. ലൈക് തിയേറ്ററിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ഇതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടിയ ഒരു മൂവിയാണ്. അപ്പൊ ആസ് എ ആക്ടർ നോക്കുമ്പോൾ അതിനകത്തും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ ഇങ്ങനെ പറയുമ്പോഴത്തേനും എത്രത്തോളം അത് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാം ഈ ഉത്തരം. ആക്ച്വലി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തിരി നേരം ആക്ച്വലി ഓടിക്കൊണ്ടിരിക്കുക, ആ ഫീലിംഗ് ആണ് കിട്ടുന്നത്. എല്ലാ ദിവസവും ഈ പറഞ്ഞതുപോലെ മെസ്സേജസ് ഉണ്ട്. പടം പതുക്കെ പതുക്കെ അതിന്റെ ഓഡിയൻസിനെ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആദ്യമായിട്ട് റോന്ത് കാണുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പൊ ഇപ്പൊ അങ്ങനെ സിനിമയുടെ റീച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഷെൽഫ് ലൈഫ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ കുറേയും കൂടെ ലൈക്ക് അതങ്ങനെ നിന്നോളും. ഇപ്പൊ സർവ്വമായി ഇറങ്ങി കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ലവ് ആക്ഷൻ ഡ്രാമ എടുത്ത് കാണുന്നുണ്ട്.